മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ചില മനുഷ്യർ തളർന്നു പോയാൽ പിന്നെ ഒന്നിനോടും അവർക്ക് താല്പര്യം കാണില്ല, ജീവിതത്തോട് പോലും. സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. കുറവുകൾ അറിഞ്ഞു സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ആത്മാർത്ഥമാകുന്നത്. ഭക്തരെ, അമിതമായി ഈശ്വരഭക്തി കാണിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക. അവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവമുണ്ടാകില്ല. കാരണം വാക്കുകളല്ല, പ്രവൃത്തിയാണ് ശരിയായ ഭക്തി. ഭക്തരെ, സ്നേഹിക്കാൻ ആദ്യം വേണ്ടത് സത്യം പറയുന്ന ഒരു നാവും അഭിനയിക്കാൻ അറിയാത്ത ഒരു ഹൃദയവുമാണ്. ഒരാളുടെ കുറവുകളെക്കുറിച്ച് പറഞ്ഞ് അറിയാതെ പോലും അവരെ വേദനിപ്പിക്കരുത്. ഓർക്കുക, എല്ലാം തികഞ്ഞവർക്ക് കുറവ് വരുത്താൻ മഹാദേവന് ഒരു നിമിഷം പോലും വേണ്ട. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം തരുന്ന ഒരു വാക്ക്. ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് ശരി, അത് മറ്റുള്ളവരുടെ മനസ്സ് മുറിപ്പെടുത്തുന്നതായാലും. ഭക്തരെ, സൗന്ദര്യം ശ്രദ്ധയെ ആകർഷിക്കുന്നു, എന്നാൽ സ്വഭാവം ഹൃദയത്തെ ആകർഷിക്കുന്നു. സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരോളം വേദനിക്കുന്ന മറ്റൊരാളും ഉണ്ടാകില്ല. പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. അതൊരിക്കലും വെറുതെയാവില്ല. മഹാദേവൻ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. ഭക്തരെ, ഓരോ അവഗണനകളും ഓർമ്മപ്പെടുത്തലുകളാണ്, പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നുകിൽ അതൊരു തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ഭക്തരെ, മാറി നിന്ന് നിങ്ങളെ സത്യസന്ധമായി വെറുക്കുന്ന മനുഷ്യരെക്കാൾ ഭയക്കണം നിങ്ങളുടെ കൂടെ ചേർന്ന് സ്നേഹം അഭിനയിക്കുന്ന മനുഷ്യരെ. അകലാൻ ശ്രമിക്കുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കും തോറും ശ്വാസം മുട്ടുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്നും ഒരിക്കലും വഞ്ചിക്കുകയില്ലെന്നുമുള്ള വിശ്വാസം. ആ വിശ്വാസം തകർന്നാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. ഭക്തരെ, ഇത് ജീവിതമാണ്. വരുന്നതെന്തും നേരിടാൻ തയ്യാറായിട്ടിരിക്കുക. മഹാദേവൻ നിങ്ങൾക്ക് വിജയം തരുന്നതിന് മുമ്പ് നിങ്ങളെ തളർത്തും, നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങൾക്ക് വേദനകൾ നൽകും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് വിജയം നൽകുന്നത്. എല്ലാം മഹാദേവന്റെ പരീക്ഷണങ്ങളാണെന്ന് അറിയുക. നിങ്ങളുടെ വേദനകളെല്ലാം താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതിരിക്കുക. മഹാദേവനിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.